राधा माधवा जयो कुंज विहारी जयो गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोधनन्दन व्रजजनरञ्जन यशोधनन्दन व्रजजनरञ्जन यमुनतीरावनचारी यमुनतीरावनचारी जयो राधा माधवा जयो कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम രാമ രാമ ഹരേ ഹരേ. എല്ലാവർക്കും അനന്ത പുത്തുനഭ ഗ്രൂപ്പിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദണ്ഡോത് പ്രണാം. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി നമ്മുടെ ബംഗ്ലാദേശി ഡിവോട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. പ്രാർത്ഥന മാത്രമേ നമുക്ക് വഴിയുള്ളൂ. പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കും. എല്ലാവർക്കും എല്ലാ കാലത്തും ഭക്തന്മാർക്ക് ഇതുപോലുള്ള ഇതിനേക്കാൾ കൂടുതലുള്ള യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഭഗവാൻ മാത്രമേ ഉള്ളൂ അവിടെ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെയും അതുതന്നെ ഉണ്ടാകും. എവിടെയെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം ഏതായിരുന്നു? ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധത്തിൽ ഒരു ശ്ലോകം നമ്മൾ ചൊല്ലിയായിരുന്നല്ലോ, അല്ലേ? എവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? വിജയന്മാർ വൈകുണ്ഠ ലോകത്തിലെത്തി, അല്ലേ? അതല്ലേ നമ്മള് ആണോ? അവിടെ ഏത് ഭാഗം പറഞ്ഞു നിർത്തി നമ്മള്? മൂന്നാം സ്കന്ധം 15 അധ്യായം ശ്ലോകം 46. 15-ലാണോ നമ്മളെ ചൊല്ലിയത്? അല്ല, 16. 16. അതെ. പ്രഭുജി, ആ ശാപം അംഗീകരിച്ചെന്ന് ഭഗവാൻ പറയുന്നു. ശാപം അംഗീകരിക്കുന്നു. കറക്റ്റ്. ഹരേ കൃഷ്ണ. അങ്ങ് അല്ലേ? കറക്റ്റ്. ഏതായിരുന്നു ശ്ലോകം അവിടെ പറഞ്ഞിരുന്നത്? അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ക്ഷമ ചോദിക്കുന്നു, അല്ലേ? അവിടെ പറഞ്ഞു, അല്ലേ? വിജയന്മാരോട് പറഞ്ഞത്, കുമാരന്മാരോട് പറഞ്ഞത്, അങ്ങ് കൊടുത്ത ശാപം ഞാൻ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, ജയവിജയന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇതാണ് ശ്രേഷ്ഠരായ വ്യക്തികൾ ചെയ്യേണ്ടത്. അവരുടെ ശിഷ്യന്മാർ, അനുയായികൾ ചെയ്യുന്ന ഓരോ ചീത്ത കർമ്മങ്ങൾ പോലും അവരുടെ വഴികാട്ടികൾ, ഗുരുക്കന്മാർ, ആചാര്യന്മാർ, നേതാക്കൾ അവർ സ്വമേധയാ അവരേറ്റെടുക്കും.
അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടത്, നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപപ്രവർത്തികളുടെ ഫലങ്ങളെല്ലാം ഗുരു സ്വമേധയാ സ്വീകരിക്കുന്നു എന്നർത്ഥം. അല്ലേ? ആണോ? അല്ലേ? അതെ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മൾ വളരെ സെൻസിറ്റീവാണ്, നമ്മൾ നിസാരരല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വൈഷ്ണവനും നിസാരമായ ഒരു വ്യക്തിയല്ല, ശ്രേഷ്ഠരായ വ്യക്തികളാണ്. അതുകൊണ്ട് മുഖതാവിൽ സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ എപ്പോഴും പറയുന്നത് അനന്തപത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ ഭക്തന്മാർക്ക് പ്രണാമം. ഇല്ല, ഭഗവാന്റെ സ്വന്തം അനുചരന്മാരും നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനോട് അടുത്ത് നിൽക്കാനുള്ളത്, അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യാനുള്ള മാന്ത്രിക വിദ്യ ആര് ഉപദേശിച്ചു തന്നു? ഗുരുദേവ് ഉപദേശിച്ചു തന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സെൻസിറ്റീവാണ് നമ്മളുടെ പാത എന്ന് പറയുന്നത്. ആ മാന്ത്രിക വിദ്യ എന്താ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓരോ സമയത്തും ഹരേ കൃഷ്ണ. ഓരോ ചുവടിലും ഭഗവാൻ അങ്ങേയറ്റം അതീവ ശ്രദ്ധാലുവായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പാണ്ഡുവിന്റെ മരണശേഷം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ആണോ? അല്ലേ? ആണ്. ശ്രീകൃഷ്ണ എന്ന ബുക്കൊന്ന് എടുത്താട്ട്. അവിടെ 48-ാമത്തെ അധ്യായം, ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ. കൃഷ്ണ ബുക്ക് വായിക്കാറുണ്ടോ? ആരും മിണ്ടുന്നില്ല. കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വായിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് വായിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് 2-ാമത്തെയും 3-ാമത്തെ സ്കന്ധം രചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശീല പ്രഭുപാദര് നമുക്ക് വേണ്ടിയിട്ട് ദശമസ്കന്ധം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ അതും അത്രയും സെൻസിറ്റീവ് സബ്ജക്റ്റാണ്. എടുത്തു. നമ്മൾ കുറച്ച് തള്ളുകയാണ്. ഞാൻ പറയാം എവിടെ തുറന്ന് വായിക്കണം. ഇപ്പം സ്വാഭാവികമായിട്ടും നോക്കണം, ഒരു കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സമൂഹ ബന്ധങ്ങൾ വഷളാവുന്നതിന്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ ആദ്യത്തെ ശ്ലോകം ഗർഭശ്ലോകം എന്ന് പറയും. ആദ്യത്തെ ശ്ലോകം ഏതാ? ശ്ലോകം എങ്ങനെ തുടങ്ങുന്നത്? ധൃതരാഷ്ട്രോവാച. എന്താ ശ്ലോകം വരുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാ ചൈവ കിമകുർവതാ സഞ്ജയ. തന്റെ സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, സഞ്ജയനോട് ചോദിക്കുകയാണ്. അപ്പം ഒരറിവ് ധൃതരാഷ്ട്രർക്കുണ്ട്. എന്താണ്? അതൊരു തീർത്ഥസ്ഥലമാണെന്നുള്ളത്. അല്ലേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, തീർത്ഥസ്ഥലമാണ് എന്നുള്ളത്. ഗീതാ ജയന്തി വരികയാണ്. 11-ാം തീയതി ഗീതാ ജയന്തിയാണ്.
തിരുവനന്തപുരം ശ്രീകൃഷ്ണ ബലരാം ക്ഷേത്രത്തില് അവിടെ ആയിട്ട് സഹകരിക്കുന്ന ഭക്തന്മാർക്ക് അപൂർവമായ ഒരു ഭാഗ്യമാണ് കിട്ടിയത്. എന്താണ്? എന്താ എന്താ അപൂർവമായ ഭാഗ്യം? ഗീതാപാരായണം. ഗീതാപാരായണം എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ തിരുവനന്തപുരം ഇസ്കോൺ, തിരുവനന്തപുരം കൃഷ്ണബലരാം ക്ഷേത്രത്തിലെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭക്തന്മാർക്ക് കിട്ടിയ അപൂർവമായ ഭാഗ്യം എന്താ? ഗീതാ പുസ്തക വിതരണം. എന്തോ? ഗീതാ പുസ്തക വിതരണം. അല്ല, അതെല്ലായിടത്തും ഉണ്ട്. ഗുരുദേവൻ ആരാ അന്ന് നമുക്ക് പാരായണ യജ്ഞം ചെയ്തു തരുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ? ഏത് പ്രഭുവാണ്? അതാണ് വിശിഷ്ടാതിഥി. അല്ല അല്ല ജഗസാക്ഷി പ്രഭു. അല്ല അല്ല, ആ കണ്ടില്ല. ഹരേ കൃഷ്ണ, ഇൻഫർമേഷൻ കണ്ടില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ ശ്രീ രാധേശ്യാം പ്രഭു. രാധേശ്യാം. പൂജനീയ രാധേശ്യാം പ്രഭു. ഇത്ര നോളജ് അറിവിന്റെ ഭണ്ഡാരമാണ്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഒരു ഭഗവത് വചനങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കിട്ടിയ അവസരങ്ങളാണ്. യൂട്യൂബിലെല്ലാം കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ഫേസ് ടു ഫേസ്, പേഴ്സണലി, ഫിസിക്കലി നമ്മളവിടെ സന്നിഹിതരാകുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് അല്ലേ? എത്ര മണിക്ക്? 4:30 രാവിലെ. 4:30 മുതൽ 9 മണി. 4:30 മുതൽ 9:30 വരെ. തീർച്ചയായിട്ടും എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എനിക്കറിയത്തില്ല, പക്ഷേ അപൂർവമായ ഒരു ഭാഗ്യം. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ തീർത്ഥ സ്ഥലമായതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രർക്ക് ഒരു സന്ദേഹം ഉണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഒരു സന്ദേഹം? അതിന്റെ വിവർത്തനം ഒന്നും കൂടെ വായിക്കാമോ? പരാജയപ്പെടുന്നുള്ള 5 കാരണങ്ങളിൽ ഒന്നാണ് പ്രഭു. അതെ, അതിന്റെ വിവർത്തനം ഒന്നുകൂടെ വായിക്കാം. കൃഷ്ണ ബുക്ക് എടുക്കാൻ പറഞ്ഞു, ഭാഗവതം എടുക്കാൻ പറഞ്ഞു, ഭഗവത്ഗീത എടുക്കാൻ പറഞ്ഞു. അപ്പൊ മൂന്നും കൂടെ ഒന്ന് വെച്ചാല് അപ്പം വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു? ഭാവാർത്ഥം അവിടെ നിൽക്കട്ടെ. എന്റെ മക്കളും പാണ്ഡവരും എന്ത് ചെയ്തു? അവിടെ തുടങ്ങി ഒരു സമൂഹത്തിന്റെ വിള്ളൽ. ഔദ്യോഗികമായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുകയാണ്. ഒരു ജ്യോതിശാസ്ത്രം നോക്കുമ്പോൾ പോലും പല രീതിയിലുള്ള പ്രമാണങ്ങളുണ്ട്. പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, ഇല്ലേ? ശബ്ദപ്രമാണം. അപ്പം ആ ലക്ഷണത്തോടു കൂടി കഴിഞ്ഞു. ഇതൊരു അനുമാന പ്രമാണം. അവസ്ഥകൾ കണ്ടിട്ട്, ലക്ഷണങ്ങൾ കണ്ടിട്ട് എന്നാണ്. ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും ആദ്യം നല്ലൊരു ജ്യോത്സ്യനാണെങ്കിൽ അനുമാന പ്രമാണത്തിലാണ് തുടങ്ങുന്നത്. ആ വന്ന സമയം, വന്ന വ്യക്തിയുടെ മുഖം, വന്ന വ്യക്തി ആദ്യം സംസാരിക്കുന്നത്, ആ വാക്കുകളിലൂടെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ആ വാക്കുകളിലൂടെ തന്നെ ഇവിടെ ജ്യോതിഷം വിലയിരുത്തി കൗരവരുടെ പരാജയം നോക്കണം. രണ്ടുപേരും കുരുവംശമാണ്.
അല്ലേ? രണ്ടുപേരും കുരുവംശമല്ലേ? സ്വാഭാവികമായിട്ടും അതെ അച്ഛന്റെ മരണശേഷം മക്കളിലെ മൂത്ത മകനാണ് രാജ്യം കിട്ടേണ്ടത്. പക്ഷേ മാറ്റി നിർത്തി. കുബുദ്ധിയോടെ തന്ത്രവിതന്ത്രങ്ങളാൽ തന്റെ സ്വന്തം മകനെ ദുര്യോധനനെ രാജാവാക്കാൻ ധൃതരാഷ്ട്രർ തീരുമാനിച്ചു. പാണ്ഡുവിന്റെ മരണശേഷം ഇതൊക്കെയാണ് സാഹചര്യം എന്നുള്ളത് ഭഗവാൻ വിലയിരുത്തിയിട്ട്, കൃഷ്ണൻ വിലയിരുത്തിയിട്ട് അക്രൂരരെ പറഞ്ഞു വിടുകയാണ് ഹസ്തിനപുരിയിലേക്ക്. ഇനി ശ്രീകൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ 48-ാമത്തെ അധ്യായം 1, 2, 3 ചുരുങ്ങി നമ്മൾ വായിക്കും. 5-ാമത്തെ പാരഗ്രാഫ് ഹരേ കൃഷ്ണ. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഭഗവാൻ നേരിട്ട് അറിയാം, ഭഗവാൻ അറിയാമെങ്കിലും അത് നേരിട്ട് ഒരു ഭക്തനിലൂടെ മനസ്സിലാക്കാൻ അക്രൂരരെ പറഞ്ഞു വിടുകയാണ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കുന്തിക്ക് സഹോദരിയ സ്ഥാനീയനാണ് അക്രൂരൻ. അതിനാൽ അവൾ അദ്ദേഹത്തോട് തന്റെ പിതൃബന്ധങ്ങളുടെ കുശലം അന്വേഷിച്ചു. തന്റെ ജന്മസ്ഥലത്തെ കുറിച്ച് ഓർത്തപ്പോൾ കുന്തി ദേവി കരയുവാൻ തുടങ്ങി. അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരികളും മറ്റു ബന്ധുക്കളും മിത്രങ്ങളും തന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ദേവി അക്രൂരനോട് ചോദിച്ചു. തന്റെ പുകഴ്പെറ്റ അനന്തരവരായ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്തു. കുന്തി ചോദിച്ചു, 10 വത്സരനായ ആ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എന്റെ പുത്രന്മാരെ ഓർമ്മിക്കുന്നുണ്ടോ ആവോ? ബലരാമൻ ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? കടുവകളുടെ മധ്യത്തിൽപ്പെട്ട മാൻപേടയാണ് താനെന്ന് കുന്തിക്ക് ഉള്ളിൽ തോന്നിയിരുന്നു. സത്യത്തിൽ കുന്തി ദേവിയുടെ അവസ്ഥ അത്തരത്തിലായിരുന്നു താനും. ഭർത്താവായ പാണ്ഡുവിന്റെ മരണത്തെ തുടർന്ന് 5 മക്കളുടെയും സംരക്ഷണ ഭാരം കുന്തിക്കായിരുന്നു. എന്നാൽ ധൃതരാഷ്ട്രരാകട്ടെ അവരെ വധിച്ചു കളയാൻ തക്കം നോക്കുകയായിരുന്നു. അനേകം കടുവകളുടെ ഇടയിൽപ്പെട്ട നിർദോഷിയായ ഒരു ജീവിയെ പോലെയായിരുന്നു കുന്തി ദേവിയുടെ ജീവിതം. കൃഷ്ണഭക്തയായ ദേവി സദാ കൃഷ്ണനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. എന്നെങ്കിലും ഒരിക്കൽ കൃഷ്ണൻ വന്നെത്തി തങ്ങളെ അപകടസ്ഥിതിയിൽ നിന്ന് രക്ഷിക്കുമെന്നും കുന്തി പ്രതീക്ഷിച്ചു. ധൃതരാഷ്ട്രരും മക്കളും നടത്തുന്ന കുതന്ത്രങ്ങളിൽ നിന്ന് മുക്തരാകാനുള്ള വഴി അച്ഛനില്ലാത്ത പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുക്കാനായി കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ വരുമോ എന്ന് അവർ അക്രൂരനോട് ചോദിച്ചു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അക്രൂരനോട് സംസാരിച്ചപ്പോൾ താൻ നിസ്സഹായനാണെന്ന് കുന്തിക്ക് തോന്നി. തുടർന്ന് കുന്തി ദേവി പറഞ്ഞു തുടങ്ങി, പ്രിയപ്പെട്ട കൃഷ്ണ, നീ പരമദിവ്യനാണ്, യോഗേശ്വരനാണ്, പ്രപഞ്ചത്തിന്റെ പരമാത്മാവാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ യഥാർത്ഥ അഭ്യുദയകാംക്ഷിയാണ്. ഗോവിന്ദ, തൽക്കാലം നീ എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. എന്നാലും ഞാൻ നിന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്നു. അച്ഛനില്ലാത്ത 5 മക്കളും ഞാനും ഇപ്പോൾ കഠിന ദുഃഖത്തിലാണ്. നിന്റെ പാതാരവിന്ദങ്ങളല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ലെന്ന് ഞാൻ അറിയുന്നു. ദുഃഖിതാത്മാക്കൾക്ക് മോചനം നൽകാൻ ആ പാതാരവിന്ദങ്ങൾക്ക് കഴിയും. കാരണം നീ പരമദിവ്യോത്തമ പുരുഷനാണ്. ജനന മരണങ്ങളുടെ കരാളമായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് പരമനിർമ്മലനാണ്, പരമാത്മാവും യോഗേശ്വരനുമാണ്. നിനക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാൻ മാത്രമേ എനിക്കാകൂ. നിന്നെ പൂർണ്ണമായി ശരണം പ്രാപിച്ച ഭക്തയായി എന്നെ സ്വീകരിച്ചാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കണം കുന്തിയമ്മയുടെ ഒരു അവസ്ഥ. ദേവകിയമ്മയുടെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു. അതുകൊണ്ടാണ് കുരൂരമ്മ വിഷമിച്ച സാഹചര്യത്തിലൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, കുരൂരമ്മ വിഷമിച്ച ഇതേ ഒരു സാഹചര്യം
കുറൂരമ്മ വിഷമിക്കുമ്പോൾ ആരുമില്ല. ഭർത്താവ് മരിച്ചു, മക്കളില്ല, ഒറ്റയ്ക്ക് ഒരു ഇല്ലത്ത് താമസിക്കുന്നു. ഭയത്തോടു കൂടി ഒരു ചെറിയ കുട്ടിയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് കുറൂരമ്മ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആ സമയമാണ്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു കുട്ടി അവിടെ എത്തുന്നു. കുട്ടി പറയുന്നു, ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല, എവിടെ പോകണമെന്ന് അറിയത്തില്ല. ആ കുഞ്ഞിനോടുള്ള വാത്സല്യം, അതുപോലെ തന്നെ എൻ്റെ അതേ അവസ്ഥയാണല്ലോ എന്ന് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? ഓ, വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ വേല ചെയ്തു തരാം. ഉണ്ണി, നിനക്ക് എന്ത് വേലയാണ് ചെയ്തു തരാൻ പറ്റുന്നത്? നീ ആകെ ഒരു ചെറിയ കുട്ടിയാണ്, നീ വേലയൊന്നും ചെയ്യണ്ട, എനിക്കൊരു കൂട്ടായി കൂടി ഇരുന്നാൽ മതി, കള്ളത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ആകെ ഒരു കള്ളത്തരമേ കാണിക്കത്തുള്ളൂ. എന്താണെന്ന് അറിയായിരുന്നോ? എന്തോ? ഉപ്പുമാങ്ങ മോഷ്ടിക്കും. വെണ്ണയല്ല, ഉപ്പുമാങ്ങ മോഷ്ടിക്കും. അപ്പം ഇവിടെയും അത് തന്നെയാണ്. എല്ലാം നമ്മൾ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് എല്ലാം. ഇവിടെയും മറ്റൊന്നല്ല സംഭവിച്ചത്. ഒരമ്മയുടെ ഏത് നോക്കാം, ഒരു ക്രൂരമായ 1000 കടുവകളുടെ നടുവിൽ പെട്ടുപോയ ചെറിയൊരു മാൻപേടയുടെ അവസ്ഥയായിരുന്നു കുന്തിയമ്മയ്ക്കുണ്ടായിരുന്നത്. ഒരിക്കൽ പോലും സമാധാനം എന്താണെന്ന് അറിയുന്നില്ല. ഒരു നേരത്തെ ആഹാരം കൃത്യമായി നല്ലതുപോലെ കഴിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് അക്രൂരർ ചെല്ലുന്നത്. ചോദിക്കുകയാണ് വളരെ സങ്കടത്തോടെ, അങ്ങേ കണ്ടത് എൻ്റെ മഹാഭാഗ്യമാണ്. കൃഷ്ണനും ബലരാമനും സുഖമാണോ? എന്നെ ഓർമ്മിക്കാറുണ്ടോ? കുന്തിയമ്മ അറിയുന്നില്ല. കുന്തിയമ്മയുടെ സുഖം അന്വേഷിക്കാനാണ് അക്രൂരരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ചിന്തകളും ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഭഗവാനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദേഷ്യം, വിരോധം കൊണ്ടല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടും. കൃഷ്ണ, നീ ഇതൊക്കെ കാണുന്നില്ലേ? ഞാൻ അതെല്ലാം അങ്ങേക്ക് ചെയ്തു തരുന്നു. പക്ഷേ നമ്മളെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് വരുന്ന ഭക്തന്മാരിലൂടെയോ നമ്മൾ ഭഗവാനെ കാണാൻ കഴിയാതെ പോകുന്നു. ഇവിടെ കുന്തിയമ്മ അതുപോലെ, പക്ഷേ കുന്തിയമ്മ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് കുന്തിയമ്മയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. സുഖമല്ലേ എന്നാ ചോദിച്ചത്. ഓർമ്മിക്കാറുണ്ടോ ഞങ്ങളെയൊക്കെ എന്നാ ചോദിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രിയപ്പെട്ട കൃഷ്ണ, നീ പരമദിവ്യനാണ്, എല്ലാവരുടെയും സുഹൃത്താണ്. ഭോക്താരം യജ്ഞതപസാം, ഏതാ ശ്ലോകം? ഭോക്താരം യജ്ഞതപസാം ലോകമഹേശ്വരം സുഗതം സർവഭൂതാനാം സുഹൃദം സർവഭൂതാനാം ആത്മാം ശാന്തി മൃഷ്ടതി. ശാന്തി. എല്ലാത്തിൻ്റെയും ഭോക്താവാണ് ഭഗവാൻ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം. സർവലോകമഹേശ്വരം എല്ലാവരുടെയും അഭ്യുദയകാംക്ഷയാണ്. എല്ലാവരും നല്ലതുപോലെ ജീവിക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ആരോടും ഒരു വിരോധവുമില്ല. ഈ കറന്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ ചെയ്യുമ്പോൾ ഒരാള് ചോദിച്ചു,
നിങ്ങളും ഈ മിഷണറി വർക്കൊക്കെ അല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ മതമാണ് വലുത്? അല്ല, ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുന്നു. ഏതാ ശ്ലോകം? അതാണ് മഹത്തായ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടോ? അതെ, നമ്മുടെ ഗ്രന്ഥത്തിൽ ഇത്രയും രുചിയേറിയ ഗ്രന്ഥം വേറൊന്നില്ല. കൃത്യമാണ് കൃഷ്ണന്റെ വാക്കുകൾ. മറ്റൊരാളെയും വിമർശിച്ചിട്ടുമില്ല. ഏതാ ശ്ലോകം വരുന്നത്? ഭഗവത്ഗീതയില് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്താണ്? യാന്തി ദേവവ്രതാൻ രാജൻ. ദേവാവൃതാൻ ദേവാൻ യാന്തി. ഒരു ഭൂത മിക്സായി പോയി. എപ്പോഴും സംഭവിക്കുന്നത് നമുക്ക്. ഏത് ദേവനെ ആണോ ഏതൊരുവൻ പ്രാർത്ഥിക്കുന്നത്? 9:25 എടുത്താട്ട്. 9:25. 9:25. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേച്ഛ യാന്തി മധ്യാജിനോപി മാ. അർത്ഥം വിവർത്തനം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. പിതൃപൂജകൾ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമാവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ട്രാൻസ്ലേഷൻ വായിക്കുന്നത് ഭഗവത്ഗീത ആരുടെ ട്രാൻസ്ലേഷനാ? യഥാരൂപമാണോ? ഭഗവത്ഗീത ഏതാ ട്രാൻസ്ലേഷൻ? അത് എന്തോ യഥാരൂപം തന്നെയാണോ വായിച്ചത്? അതെ അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോക്കൂ, എന്നെ ആരാധിക്കുന്നവർ എന്റെ ധാമത്തിൽ എത്തും. പിന്നെ നമ്മളുടെ ചിന്തയാണ് ഏത് ഗ്രൂപ്പ് വേണം അല്ലെങ്കിൽ ഏത് ആരാധന വേണം എന്നുള്ളത് നമുക്കാണ് ഭഗവാൻ വിട്ടു തന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ ആണെങ്കിലും അർജുന, എല്ലാവരും എൻ്റെ വഴിയാണ് സ്വീകരിക്കുന്നത്. അവസാനം എൻ്റെ അടുത്ത് എത്തും. നമുക്ക് വളരെ സമാധാനമാണ്. ആരെയും ചാക്കിട്ട് പിടിക്കാൻ പോകുന്നില്ല. പ്രഭുപാദർ ആരെയും ചാക്കിട്ട് പിടിച്ചിട്ടുമില്ല. പ്രഭുപാദർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ മഹാപ്രഭുവിന്റെ കാലത്തുണ്ടായിരുന്നു. നവാബ് ഹുസൈൻ ഷാ, ബംഗാളിലെ ഗവർണർ, മഹാമന്ത്രം ജപിക്കുന്നത് തടഞ്ഞു. ആദ്യത്തെ ഉപരിപ്ലവമായ നഗരസങ്കീർത്തനം ഉണ്ടായത് അവിടെ നിന്നാണ്. മഹാപ്രഭു എല്ലാ ഭക്തന്മാരെയും വിളിച്ചു നാമസങ്കീർത്തനം ചെയ്തു. നവാബ് ഹുസൈന്റെ ഭരണകേന്ദ്രത്തിലേക്ക്. മഹാപ്രഭു പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ, മഹാമന്ത്രം ജപിക്കുക മാത്രമേ ചെയ്യാവൂ. അദ്ദേഹം ഓടി ഒളിക്കുകയാണ് ചെയ്തത്, നവാബ് ഹുസൈൻ ഷാ. അവസാനം മഹാപ്രഭു വിളിച്ചു പറയും, നവാബ്, ഞങ്ങളൊന്നും ചെയ്യാനല്ല വന്നത്, പുറത്തേക്ക് വരാൻ പറയും. വായിക്കണം ചൈതന്യ ചരിതാവലി, ചൈതന്യ ചരിതാമൃതം വായിക്കുക. ഈ ചരിത്രമെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ചൈതന്യ ചരിതാമൃതം മലയാളത്തില്
ആദ്യമായിട്ടല്ല ഹരേ കൃഷ്ണ പ്രസ്ഥാനമല്ല ആദ്യമായിട്ട് ചെയ്തത്. അപ്പം നമുക്കത് അന്യം നിന്ന് പോയി. അതാണ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് പിന്നീട് നമ്മൾ മഹാപ്രഭുവിനെയൊക്കെ അറിയാൻ സാധിച്ചത് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഗുരുശിഷ്യ ബന്ധം നമുക്ക് വേണം. ഗുരുശിഷ്യ ബന്ധത്തിലൂടെ ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ആദ്യമായിട്ട് മലയാളത്തില് ചൈതന്യ ചരിതാമൃതം ട്രാൻസ്ലേറ്റ് ചെയ്തത് ശ്രീരാമകൃഷ്ണ മഠമാണ്. വളരെ പണ്ട്, ഇപ്പൊ പ്രിന്റ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും കാലപ്പഴക്കമുള്ള ഒരു ധർമ്മം ആണ് നമ്മളുടേത്, മഹാപ്രഭുവിനെ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 2 ക്ഷേത്രങ്ങളിലെ മഹാപ്രഭു വന്നിട്ടുള്ളത്. എവിടേക്കാ തിരുവട്ടാറ് ക്ഷേത്രത്തിലും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും. അല്ല, ഇപ്പം ഇന്ന് കേരളം എന്ന് പറയുമ്പോൾ 2 ക്ഷേത്രങ്ങൾ. അപ്പം തിരുവട്ടാറ് ഇപ്പം ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ്. അപ്പം അവിടെ മാറ്റി നിർത്തുമ്പോൾ മഹാപ്രഭു ഹരേ കൃഷ്ണ ഓർമ്മിപ്പിച്ചത് നന്നായി. തിരുവട്ടാറ് ക്ഷേത്രത്തിൽ എത്തിയിട്ടാണ് മഹാപ്രഭു എന്തെടുത്തു തരുന്നു? ബ്രഹ്മസംഹിത എടുത്തു തരുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ ഗോവിന്ദ സർവകാരണകാരണം. ഗോവിന്ദ സർവകാരണകാരണം. സർവകാരണകാരണം, എല്ലാത്തിന്റെയും കാരണക്കാരൻ. അപ്പൊ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കണം, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. സർവകാരണകാരണം. വിഷമമാണ് പറയുന്നെങ്കിലും ഭഗവാൻ അതെല്ലാം ഒന്ന് ഫിൽട്ടർ ചെയ്ത് റീപ്രോസസ് ചെയ്ത് വരും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാത്തിനും ഒരു നിയോഗം ചെയ്തു തരും. പാലിനെയും വെള്ളത്തിനെയും വേർതിരിച്ചെടുക്കാൻ ഭഗവാൻ ഹംസത്തെ ജനിപ്പിച്ചു, ഹംസത്തിന് ജന്മം കൊടുത്തു. അല്ലേ? ആണോ? അല്ലേ? നമുക്കൊന്നും വ്യക്തമായി കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകൾക്ക് അത്രയേ ശക്തിയുള്ളൂ. പാലിലെ നെയ്യിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. പാലിലെ തൈരിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. പാലിലെ വെണ്ണയെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമോ? നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെല്ലാം പാലാണ്. ആ പാലിന്റെ നെയ്യിനെ കാണണം എന്നുണ്ടെങ്കിൽ, പാലിലെ തൈരിനെ കാണണമെന്നുണ്ടെങ്കിൽ, പാലിലെ വെണ്ണയെ, സിദ്ധമായ വെണ്ണയെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധയോടെ വളരെ ആ നിബന്ധനകൾ അനുസരിച്ചിട്ട്, ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് അതിനെ പ്രോസസ് ചെയ്യണം. അങ്ങനെ പ്രോസസ് ചെയ്ത് വരുമ്പോഴാണ് അവസാനം നമുക്ക് ആ സ്നിഗ്ധമായ വെണ്ണ നമ്മുടെ മുന്നിലെത്തുന്നത്. ഇല്ലേ? ആണോ? അല്ലേ? ഹരേ കൃഷ്ണ. ആ വെണ്ണയാണ് നമുക്ക് കിട്ടിയ ഭഗവത്ഗീത. അതൊരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരിക്കലും. ഇവിടെ കുന്തിയമ്മ പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ്, കൃഷ്ണ നീ പരബ്രഹ്മമാണ്, പരംബ്രഹ്മ പരംധാമ. വരട്ടെ, കുന്തിസ്തുതി അവിടെ നിൽക്കട്ടെ, വരട്ടെ. പരംബ്രഹ്മ പരംധാമ പവിത്രം പരമം വാൻ പുരുഷം ശാശ്വതം ദിവ്യമാതി ദേവമജം വിഭു. എന്താ അർത്ഥം? നീ പരംബ്രഹ്മമാണ്, പരംധാമമാണ്, പവിത്രമാണ്. പരംബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ. പിന്നെ എന്താ പറയുന്നത്? അങ്ങ് യോഗേശ്വരനാണ്.
എന്താ യോഗേശ്വരൻ? എവിടാ ശ്ലോകം വരുന്നത് ഭഗവത്ഗീതയിൽ? എന്താ ശ്ലോകം വരുന്നത്? യോഗേശ്വരോ കൃഷ്ണ. ആ, എത്ര യോഗേശ്വരോ കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. എന്താ അർത്ഥം, വിവർത്തനം? എവിടെയാണ് യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ ആ അവിടെ വിജയമുണ്ട്. അവിടെ യോഗേശ്വരനായ വിജയം സുനിശ്ചിതം. കൃഷ്ണൻ എവിടെയുണ്ടോ? പിന്നെ എവിടെ? അവിടെ പാർത്ഥനും അവിടെ വിജയം സുനിശ്ചിതമാണെന്ന് വിവർത്തനം ശ്രീകൃഷ്ണൻ. ഒന്നുകൂടെ വായിച്ചേ. എവിടെ യോഗേശ്വരനായ കൃഷ്ണൻ ഉണ്ടോ, എത്ര യോഗേശ്വരോ കൃഷ്ണ. എവിടെ വില്ല് ധരിച്ച പ്രാർത്ഥനുണ്ടോ ആ അവിടെ വിജയവും ആ അഭക്തിയും ശാശ്വത നീതിയും. ആ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. എവിടെങ്കിലും ഈ ഒരു രംഗത്തെ ചിത്രീകരിക്കുന്ന ഒരു പടമുണ്ടെങ്കിൽ, ചിത്രമുണ്ടെങ്കിൽ, ഷൂ ഇതുകൂടെ വെക്കല്ലേ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? വീട്ടിൽ യുദ്ധമുണ്ടാകും, കലഹമുണ്ടാകും. ഭഗവത്ഗീതയിലെ ശ്ലോകം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കണം. എവിടെ കൃഷ്ണനുണ്ടോ, എവിടെ യോഗേശ്വരനാ. എന്താ യോഗേശ്വരൻ? യോഗേശ്വരന്റെ അർത്ഥം എന്താ? യോഗേശ്വരന്റെ അർത്ഥം ലോകത്തിന്റെ നാഥൻ. യോഗേശ്വരൻ. അതുകൊണ്ടാ ട്രാൻസ്ലേഷൻ എന്നുള്ള കൃത്യമായിട്ടൊന്ന് വായിച്ച്, വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്ന് വായിച്ച്. എത്ര എവിടെ യോഗേശ്വര യോഗേശ്വരനായ കൃഷ്ണ കൃഷ്ണനുണ്ടോ, എത്ര എവിടെ ധനുർധര വില്ലും ശരവും ധരിച്ച പാർത്ഥ പാർത്ഥനുണ്ടോ, എത്തത്ര അവിടെ ശ്രീഹി ശ്രീയും ഐശ്വര്യവും ശ്രീ ഐശ്വര്യം വിജയ വിജയവും ഭൂതി ഭൂതിയും നീതിയും ഉണ്ടെന്നാണ് മമ മതിയും എന്റെ അഭിപ്രായം. ആ, ആരാ അത് പറഞ്ഞത്? ആരാ പറഞ്ഞു കൊടുത്തത്? കൃഷ്ണ ഭഗവാൻ. സഞ്ജയൻ. ആഹാ, സഞ്ജയൻ. ആദ്യം സഞ്ജയനോടാണ് ചോദിക്കുന്നത് അല്ലേ? ഇത്രയും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നിർത്തി. എന്ത് പറഞ്ഞു നിർത്തി? ആദ്യം ചോദിച്ചതാണ്, ഈ തീർത്ഥസ്ഥാനത്ത് എന്റെ മക്കളും പാണ്ഡവരുടെയും സ്ഥിതിഗതികൾ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം സഞ്ജയ. അത്രയും പറഞ്ഞിട്ട് ലാസ്റ്റ് സഞ്ജയ് എന്താ പറഞ്ഞു കൊടുത്തത്? എന്താ പറഞ്ഞു നിർത്തിയേ? എവിടെ യോഗേശ്വരനായ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തി. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് അതെ, ആദ്യത്തെ ദിവസം തന്നെ അനുമാന പ്രമാണം സഞ്ജയൻ ആദ്യത്തെ ദിവസം തന്നെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്ത് നിർത്തി. ഇതാണ് വേണ്ടത്. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു വിശ്വാസമാണ് സഞ്ജയൻ പറഞ്ഞു കൊടുത്തതും ധൃതരാഷ്ട്രയുടെ മുന്നിൽ. ആ വിശ്വാസമാണ് സംഭവിച്ചതും. ആ ഒരു ദൃഢമായ വിശ്വാസം നമുക്ക് ഉണ്ടാകണം. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും. അവിടെയാണ് ഞാൻ ചോദിച്ചത്, എന്ത് യോഗേശ്വരന്റെ ഒന്നുകൂടെ ഒന്നാം മീനിങ് നോക്കണേ എന്ന് പറഞ്ഞത്. മലയാളത്തിൽ എങ്ങനെ കൊടുത്തിരിക്കുന്ന അറിയത്തില്ല, ഇംഗ്ലീഷിൽ വരുമ്പോൾ ദ മാസ്റ്റർ ഓഫ് മിസ്റ്റിസിസം. എല്ലാ യോഗവിദ്യയുടെയും മാസ്റ്റർ. എല്ലാ നാട്യത്തിന്റെയും മാസ്റ്റർ. അപ്പൊ യോഗീശ്വരൻ ആരാ? യോഗീശ്വരൻ. അപ്പൊ യോഗീശ്വരൻ എന്ന് പറഞ്ഞാരാ? പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്നയാൾ. ഔദ്യോഗികമായിട്ട് ആരാ പറഞ്ഞു കൊടുത്ത? യോഗീശ്വരൻ, മഹാദേവൻ. അപ്പൊ മഹാദേവരെ യോഗീശ്വരൻ എന്ന് പറയും. ഈ യോഗ സമ്പ്രദായം പിന്നീട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പം യോഗീശ്വരൻ ഗുരു. അതേസമയം മാസ്റ്റർ ആരാണ്? യോഗേശ്വരൻ. അതാണ്
ആ ഒരു യോഗീശ്വരന്റെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ തീർച്ചയായിട്ടും അവിടെ വിജയം ഉണ്ടാകുമെന്ന് ഭഗവാൻ സഞ്ജയൻ കൃത്യമായിട്ട് ഒരു സന്ദേശം ധൃതരാഷ്ട്രക്കളുടെ ചെവിയിൽ കൊട്ടുകൊടുത്തു. പക്ഷെ ആ 18 ദിവസം കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടായി, പലരും മരിച്ചു. അർജുനന് മകനെ നഷ്ടപ്പെട്ടു, ഇല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അതെ. എന്നിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെ, എന്തുകൊണ്ടാ? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെ അർജുനൻ കരയാതെ മുന്നോട്ട് പോയി. ഈ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഉള്ളത്. നാമജപം വളരെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാ ദിവസവും. അവർക്ക് വേണ്ടിയിട്ട്, ബംഗ്ലാദേശിലെ ഡിവോട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റൗണ്ടെങ്കിലും അധികമായി ജപിക്കുക. അടുത്തൊരു പാരഗ്രാഫും കൂടെ നമുക്കൊന്ന് വായിച്ചു നിർത്താം. തന്റെ മുമ്പിൽ കൃഷ്ണൻ ഇല്ലാതിരുന്നിട്ടും അതും കൂടെ ഒന്ന് വായിച്ച ഒരു പരിപൂർണത വരും. ഹരേ കൃഷ്ണ. തന്റെ മുമ്പിൽ കൃഷ്ണൻ ഇല്ലാതിരുന്നിട്ടും മുഖാമുഖം കാണത്തക്ക വിധം കൃഷ്ണൻ അവിടെ കുന്തിയുടെ പാദമുദ്രകളെ പിന്തുടരുന്ന ആർക്കും ഇത് സാധിക്കാവുന്നതേയുള്ളൂ. കൃഷ്ണന്റെ സ്വരൂപ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തന്റെ ആത്മീയ ശക്തി കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും സാന്നിധ്യം കൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായി വിധേയനാകുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. ഉള്ളിൽ തട്ടുമാറ് കൃഷ്ണനോട് പ്രാർത്ഥന നടത്തുമ്പോൾ സ്വയം നിയന്ത്രിക്കാനാവാതെ കുന്തി അക്രൂരന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. വിതുരരും അവിടെ ഉണ്ടായിരുന്നു. വിതുരരും അക്രൂരനും പാണ്ഡവ മാതാവിനോട് അങ്ങേയറ്റത്തെ സഹതാപം പ്രകടിപ്പിച്ചു. മക്കളായ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നിവരുടെ മഹിമാനങ്ങളെ പ്രകീർത്തിച്ച് അവർ ദേവിക്ക് ആശ്വാസമരുളി. മക്കൾ അത്യസാധാരണ ശക്തി ഉള്ളവരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ കുന്തിയെ സമാധാനിപ്പിച്ചു. യമരാജൻ, ഇന്ദ്രൻ, വായു എന്നീ മഹാദേവന്മാരുടെ മക്കളായ അവർ കൂടെയുള്ളപ്പോൾ കുന്തി എന്തിന് ആകുലപ്പെടണം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എവിടെയാണ് കുന്തി അക്രൂരന്റെ മുന്നിൽ ഇതെല്ലാം പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. ഒരവസ്ഥയിട്ട് ആലോചിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അവസാനം അക്രൂരര് കുന്തിയെ സമാശ്വസിപ്പിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അപ്രത്യക്ഷമായ, അതായത് ഇംപേഴ്സണൽ ഭാവത്തിൽ തന്നെ ഭഗവാൻ, കുന്തിയമ്മ പേഴ്സണലി ഭഗവാനെ കാണുകയാണ്. ഇംപേഴ്സണൽ ഭാവത്തിൽ തന്നെ ഭഗവാനെ പേഴ്സണലായിട്ട് കുന്തിയമ്മ കാണുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഭഗവാൻ നമ്മളുടെ അടുത്ത് എത്തുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. അതില് പ്രഥമസ്കന്ധത്തില് കുന്തിസ്തുതി 8-ാമത്തെ അധ്യായത്തില് ഒന്ന് എടുത്താട്ടെ. 8-ലെ എട്ടാമത്തത്. എട്ടാമത്തെ അധ്യായം എടുത്തോ. ഏതൊരു ശ്ലോകം വരുന്നില്ലേ? അകിഞ്ചന വിത്തായ. ഇങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കുന്തിസ്തുതിയില് ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം ഏതാ? നമോ അകിഞ്ചന വിത്തായ അല്ലേ? കുന്തിസ്തുതി അല്ലേ അത്? അതെ പ്രഭു, അത് തന്നെ. ഒന്ന് വായിച്ചാട്ടെ ശ്ലോകം. നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാ രാമായ ശാന്തായ കൈവല്യ പദയേ നമഃ. വിവർത്തനം.
ഹരേ കൃഷ്ണ. ആ. വിവർത്തനം. ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. ഭൗതികമായി ദരിദ്രരായവരുടെ സമ്പത്തായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ അതീവ സൗമ്യനും ഏകാത്വവാദികളുടെ അധിപനുമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് എല്ലാം ശുഭാപ്തി പര്യവസാനം ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. 11ാം തീയതി ഗീതാ ജയന്തി. നമുക്ക് വളരെ വ്രതശുദ്ധിയോടെ നമുക്കിരിക്കാം. ആ പാരായണം നമുക്ക് അന്ന് ചെയ്യാം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു സംശയം ചോദിച്ചിരുന്നു മാതാജി അല്ലേ? 3-4 മിനിറ്റ് ഉണ്ട് ചോദിക്കാൻ ഇല്ലേ? ആരെ കുറിച്ചിരുന്നാ ചോദിച്ചത്? ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച് അല്ലേ? ആണോ? ഹരേ കൃഷ്ണ, അതല്ലേ? അതെ 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 ഹരിദാസ് ഠാക്കൂർ. നോക്കണം, ചരിത്രം നമ്മൾ നോക്കൂ. അന്നും ഇന്നും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭക്തന്മാർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യാതനകൾ അനുഭവിക്കാറുണ്ട്. നമ്മുടെ മുന്നിൽ അവർക്ക് വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഹരിദാസ് ഠാക്കൂറിനും സംഭവിച്ചത്. ഹരിദാസ് ഠാക്കൂർ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. പക്ഷെ മുൻജന്മ സുഹൃതം കൊണ്ട് ഭഗവാന്റെ നാമത്തിൽ ആകൃഷ്ടനാവുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ജപിച്ചു നടക്കുകയും ഉണ്ടായി. ഇത് അസഹ്യമായി അദ്ദേഹം ജനിച്ച ആ കമ്മ്യൂണിറ്റിയിലുള്ള ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക് തോന്നുകയും അദ്ദേഹത്തിനെ പരസ്യമായിട്ട് 22 ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി ചാട്ടവാറിനടിക്കുകയും ചെയ്തു. വളരെ ക്രൂരമായി, മൃഗീയമായി മർദ്ദിച്ചു. ശരീരം മുഴുവൻ പൊളിഞ്ഞു. അപ്പോഴെല്ലാം ഹരിദാസ് ഠാക്കൂർ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. ജപിക്കുമ്പോഴെല്ലാം അതിനെ വലിച്ച് ഇഴച്ചുകൊണ്ടാണ് ഗ്രാമാന്തരങ്ങളിൽ കൊണ്ടു നടന്നത്. ശരീരത്തെ തൊലിയെല്ലാം വലിച്ചിഴക്കുന്ന സമയത്ത് പൊട്ടിപ്പോയി. ചാട്ടവാറിന് ഓരോ ഗ്രാമങ്ങളിലും കൊണ്ടടിക്കുകയാണ്. അപ്പോഴെല്ലാം ഹരിദാസ് ഠാക്കൂർ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം വിട്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ കണ്ടു. ചോദിച്ചു, ഹരിദാസ, അങ്ങേക്ക് സുഖമല്ലേ? ആണ് പ്രഭു. മഹാപ്രഭു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹരിദാസ, അന്നത്തെ അടി അങ്ങേക്ക് വേദനിച്ചില്ലേ? ഇല്ല പ്രഭു. ഓരോ അടിയിലും എനിക്ക് ഭഗവാനെ ഞാൻ ദർശിക്കുകയായിരുന്നു. ഓരോ അടിയും എനിക്ക് മധുരമുള്ളതായിട്ട് തോന്നി, സുഖമായിട്ട് തോന്നി. എനിക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൂടുതൽ ജപിക്കാനാണ് തോന്നിയത് പ്രഭു എന്ന് പറഞ്ഞു. മഹാപ്രഭു ചിരിച്ചുകൊണ്ട്, ഹരിദാസ, എന്റെ പുറമൊന്ന് കാണൂ എന്ന് പറഞ്ഞു. പുറം കാണിച്ചു. ഹരിദാസ് ഠാക്കൂർ ഞെട്ടിപ്പോയി.
ഓരോ ചാട്ടവാറിന്റെ അടിയുടെയും പാടുകളായിരുന്നു മഹാപ്രഭുവിന്റെ മുതുകിൽ മുഴുവൻ. ആ വേദനയെല്ലാം മഹാപ്രഭു എടുത്തു. ഇതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും ഈ വേദനകളെല്ലാം ഭഗവാൻ എടുക്കും. തവ കഥാമൃതം തപ്തജീവനം, തവ കഥാമൃതം തപ്തജീവനം അവിപരീതിതം. ആ വായിച്ചാട്ട് പെട്ടെന്നാവട്ടെ. തവ കഥാമൃതം. കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. തവ കഥാമൃതം തപ്തജീവനം അവിപരീതിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാതതം ഭുവി ഗൃണേ ജന. എന്താ അർത്ഥം? എന്താണ്? ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറയൂ. ആ തപ കഥാമൃതം, അങ്ങയുടെ വാക്കുകൾ. അങ്ങയുടെ വാക്കുകൾ തപ്തജീവനം, പാവപ്പെട്ടവരുടെ അമൃതാണ്, ദീനന്മാരുടെ അമൃതാണ്. ആ ശ്രവണമംഗളം ശ്രീമതാതതം. ഇത് കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവരെ ഭഗവാൻ പ്രത്യേകം ആ പാപങ്ങളെല്ലാം പോകും. ഇത് ശ്രവിക്കുന്നവർക്ക് ഭഗവാന്റെ മഹിമകൾ, ഭഗവാന്റെ ലീലകൾ സ്തുതിക്കുന്നവർക്ക്, ഓർമ്മിച്ച് സ്തുതിക്കുന്നവർക്ക് അവരുടെ എല്ലാം പാപങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാറിപ്പോകും. The nectar of your words and the descriptions of your activities are the life and soul of those sufferings in this material world. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. അഗതികളെ ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കാനായിട്ടാണ്. യാതൊരു ഗതിയും ഇല്ലാത്തവർക്ക് ഗതി കാണിച്ചു തരാനാണ് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ